ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിനകത്ത് കാണാം സോപ്പിന് 2 പാർട്ടുണ്ട്. നേരത്തെ പറഞ്ഞതാണ് സോപ്പിന് 2 പാർട്ടുണ്ട്, ഒന്ന് ഹെഡ് ഒന്ന് ടെയിൽ. ഈ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മുടെ അയോണിക് അല്ലെങ്കിൽ CO- പാർട്ട്. അതെന്ന് പറയുന്നത് പോളാർ പാർട്ടാണ്. അതാണ് ഹൈഡ്രോഫിലിക് പാർട്ട്. അപ്പോൾ ഹെഡിനെ പറ്റി ഓർക്കുമ്പോൾ എന്തൊക്കെ ഓർക്കണം? അത് ഹൈഡ്രോഫിലിക് പാർട്ടാണ്, വാട്ടർ ലവിങ് ആണ്, അതുപോലെ തന്നെ അത് പോളാറാണ്. അത് കഴിഞ്ഞ് ടെയിൽ നോക്കാം. ഈ ടെയിൽ എന്ന് പറയുന്നതാണ് ഹൈഡ്രോകാർബൺ പാർട്ട്. ഹൈഡ്രോകാർബൺ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫോബിക് എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ ഹേറ്റിംഗ് ആണ് അല്ലേ? ഹൈഡ്രോഫോബിക് പാർട്ടാണ് ഹെഡ് എന്ന് പറയുന്നത്. ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോഫിലിക് പാർട്ടാണ്. അങ്ങനെ 2 പാർട്ടാണ് സോപ്പ് മോളിക്യൂളിനകത്തുള്ളത്. ഈ സോപ്പ് മോളിക്യൂൾ നമ്മൾ ഒരു ഡ്രസ്സ് ക്ലീൻ അല്ലെങ്കിൽ നമ്മൾ തുണി അലക്കാനൊക്കെ നമ്മൾ എന്തിനാണ് സോപ്പ് ആഡ് ചെയ്യുന്നത്? സോപ്പ് ആഡ് ചെയ്യുമ്പോൾ എളുപ്പം തുണി ക്ലീൻ ആവുമെന്ന് പറയത്തില്ലേ? തുണിയുടെ അതിനകത്തുള്ള അഴുക്കുകളെല്ലാം മാറുമെന്ന് പറയത്തില്ലേ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഇതിനകത്തൊരു ഹെഡും ഉണ്ട്, ഒരു ടെയിലും ഉണ്ട്. ഈ ടെയിൽ പാർട്ടാണ് ഓയിലിനകത്തോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് കാണാം, ഇത് ഡ്രസ്സിനകത്തുള്ള അഴുക്കാണ്. നമ്മൾ സോപ്പ് വാട്ടറിനകത്ത് ആഡ് ചെയ്യുന്നത് അല്ലേ? സോപ്പ് മോളിക്യൂൾസ് വാട്ടറിനകത്ത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സോപ്പ് ഡിറ്റർജൻറ്റ് വാട്ടറിലോട്ട് ആഡ് ചെയ്യുന്നു. വാട്ടറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഈ സോപ്പ് മോളിക്യൂൾസ് ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷന് മുമ്പ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇപ്പോൾ സോപ്പ് മോളിക്യൂൾസ് വാട്ടറിനകത്ത് ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷൻ CMCക്ക് മുമ്പാണെങ്കിൽ, ഒരു കൂട്ടം കൂടുന്നതിന് മുമ്പാണെങ്കിൽ ഈ സോപ്പ് മോളിക്യൂളിൻ്റെ ഹെഡ് വാട്ടറിലോട്ടും ടെയിൽ എവിടോട്ടിരിക്കും? വാട്ടറിൻ്റെ സർഫസിലോട്ടും ഇരിക്കും. ഇവർ കൂട്ടം കൂടുമ്പോഴാണ് ടെയിലെല്ലാം കൂടെ ഒരു സ്ഫെറിക്കൽ പോലല്ലേ ആവുന്നത്? CMC ക്രിട്ടിക്കൽ മൈസൽ കോൺസെൻട്രേഷനിൽ ഇവരൊരു സ്ഫിയർ പോലെ ആവും. ആ സ്ഫിയറിൻ്റെ സെൻറ്ററിലോട്ടാണ് ടെയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സർഫസിലോട്ട് എന്ത് പ്രൊജക്റ്റ് ചെയ്യും? ഹെഡ് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ നിന്ന് നമുക്ക് നോക്കാം, ഈ സോപ്പ് മോളിക്യൂൾ ആഡ് ചെയ്യുമ്പം ആ ഓയിലിന് അല്ലെങ്കിൽ അഴുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു അഴുക്കുള്ള തുണി സോപ്പ് ഡിറ്റർജൻറ്റിനകത്ത് മുക്കുമ്പോൾ നോക്കിക്കേ, ഈ ഓയിലിനകത്തോട്ട് ആരാ വരുന്നത്? സോപ്പ് മോളിക്യൂൾസിൻ്റെ ആക്ഷൻ വരാൻ പോവുക. അപ്പോൾ ഓയിലിനകത്തോട്ട് സോപ്പ് മോളിക്യൂൾസ് വരുന്നു. ഈ സോപ്പ് മോളിക്യൂൾസിൻ്റെ ടെയിലാണ് ഓയിലിനകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ CMCയിൽ എന്തോ ചെയ്യും? ടെയിലെല്ലാം കൂടെ സെൻറ്ററിലോട്ട് പ്രൊജക്റ്റ് ചെയ്യും, ഹെഡ് സർഫസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ടെയിൽ ഓയിലിൻ്റെ അടുത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. കണ്ടോ? അപ്പോൾ ഈ ടെയിലെല്ലാം കൂടെ ഓയിലിൻ്റെ അടുത്തോട്ട് വന്ന് ആ ഓയിലിനോട്ട് കുത്തി അങ്ങ് നിൽക്കും ഈ ടെയിൽ. ഹെഡ് എങ്ങോട്ട് നിൽക്കുക? വാട്ടർ അല്ലെങ്കിൽ പുറത്ത് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുമല്ലേ? ഹെഡ് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. ഇനി നമ്മളിത് ഉരച്ച് കഴുകുക, അല്ലെങ്കിൽ നല്ല ശക്തി കഴുകുകയെന്ന് വെച്ചോ. കഴുകുമ്പോൾ എന്ത് ചെയ്യും? ഈ വാട്ടർ മോളിക്യൂള് സോപ്പ് മോളിക്യൂൾസിനെയും അഴുക്കിനെയും എല്ലാം കൂടി എടുത്തുകൊണ്ട് പോകത്തില്ലയോ? അപ്പോൾ ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് ഇളകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ടെയിൽ നമ്മൾ തുണി നന്നായിട്ട് കഴുകുമ്പോൾ ഈ സോപ്പ് മോളിക്യൂൾസ് പോകുമ്പോൾ ആരും കൂടെ പിടിച്ചുകൊണ്ട് പോകും, ഈ അഴുക്കിനെയും കൂടെ പിടിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിക്കേ, ഈ പിക്ചറിനകത്ത് നമുക്ക് കാണാം. അപ്പോൾ ഈ സോപ്പ് മോളിക്യൂൾ നല്ലതായിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേന് ഈ ഓയിലിനെ അല്ലെങ്കിൽ അഴുക്കിനെ ഈ വാട്ടർ മോളിക്യൂൾസിൻ്റെ കൂടെ വാട്ടർ വാഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ അഴുക്കിനെയും കൂടെ ഈ സോപ്പ് മോളിക്യൂൾസ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ടെയിൽ ആരെയാണ് പ്രൊജക്റ്റ് ചെയ്തത്? ഓയിലിനകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഓയിലിനെ എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നു. ഹെഡ് വാട്ടറിൻ്റെ കൂട്ടത്തിൽ സർഫസിലോട്ടിരുന്നുകൊണ്ട് സർഫസിലിരിക്കുന്ന ഹെഡും വാട്ടറും കൂടെ ഒരുമിച്ച് അങ്ങ് പോകുന്നു. ടെയിൽ ഈ അഴുക്കിനെ എടുത്തുകൊണ്ട് പോകുന്നു.